കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് കൊല്ലപ്പെട്ടിട്ട് 17 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പ്രതികളെ ഇതുവരെയും പിടിച്ചിട്ടില്ല. ബണ്ടിച്ചോറിനെ പിടിച്ച, സുകുമാരക്കുറുപ്പിനെ പിടിക്കാത്ത, ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിനെ രക്ഷിച്ച അതേ കേരള പോലീസിന് നിതിൻ്റെ പ്രതികളെ പിടിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നോയിഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലോൺ ആപ്പിലെ കസ്റ്റമർ കെയർ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് അവസാനിപ്പിക്കുവാൻ ശ്രമിച്ച കേരള പോലീസിന് തിരിച്ചടിയായിക്കൊണ്ട് കേരള ജനതയും മാധ്യമങ്ങളും ഒന്നിച്ചിറങ്ങിയപ്പോൾ ഈ കേസ് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിൽ തന്നെയും പ്രതികളിൽ ഒരാൾക്ക് ജാമ്യം ലഭിക്കുകയും മറ്റൊരാൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ ഇത്രയും മതി എന്നുള്ള രീതിയിൽ നീങ്ങുമ്പോഴാണ് കേരളത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ അക്കാഡമിക് രംഗത്ത് നിലനിന്നു പോകുന്ന സ്ട്രക്ചറൽ ജാതി വ്യവസ്ഥയുടെ ഒടുവിലത്തെ ഇരയാണ് നിതിൻ രാജ്. രോഹിത് വെമുലമാർ ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടുന്നു, കേരളത്തിലും. ഏറെ പുരോഗമന ചിന്തകൾ ഉള്ള, എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ 1 ആയിട്ടുള്ള, ഹെൽത്ത് രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ ഹെൽത്ത് സംവിധാനങ്ങളും എഡ്യൂക്കേഷണൽ സംവിധാനങ്ങളും നിതിൻ രാജിൻ്റെ വിഷയത്തിൽ മിണ്ടുന്നതേ ഇല്ല. സെൽഫ് ഫിനാൻസിങ് കോളേജിനകത്ത് കോടികൾ വില വരുന്ന ഒരു അഡ്മിഷൻ നിതിൻ രാജ് എന്ന സംവരണത്തിൽ നിന്നും വന്ന ഒരു വിദ്യാർത്ഥി കരസ്ഥമാക്കിയതിനെ പുകച്ചു പുറത്തു ചാടിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ലോൺ ആപ്പിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവൻ തന്നെ ഇല്ലാതാക്കിയത് സിസ്റ്റമാറ്റിക്കായി ആ വ്യക്തിയുടെ തന്നെ മാനസിക സമ്മർദ്ദം കൊണ്ടുണ്ടായതാണ് എന്ന തിരക്കഥയാണ് ഇപ്പോൾ ഇവിടെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് നീതി ലഭിക്കേണ്ടത് കേരളത്തിലെ ജനസമൂഹങ്ങൾ പ്രഷർ ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഞങ്ങൾക്കൊപ്പം ചേരുമ്പോൾ മാത്രം ആണ്. പെയിൻറ്റിംഗ് തൊഴിലാളിയായ 52 വയസ്സുകാരനായ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും അവരുടെ 2 സഹോദരങ്ങളുടെയും കണ്ണീരിന് ഉത്തരം നൽകാൻ ഉള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരള സമൂഹം സ്റ്റേറ്റിനെ അത് പഠിപ്പിക്കുക. നാളെ ഡോക്ടർ നിതിൻ രാജ് എന്നറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഇന്ന് നിതിൻ രാജ് എന്ന ഡെഡ് ബോഡിയായി നമുക്ക് മുമ്പിൽ ഇല്ലാതായത്. വട്ടപ്പാട്ട് കലാകാരനായിരുന്ന, സ്കൂൾ നാടകരംഗങ്ങളിൽ മികച്ച നടനായിരുന്ന, അക്കാഡമിക് രംഗങ്ങളിൽ ഏറ്റവും മികച്ച ഗ്രേഡുകൾ കരസ്ഥമാക്കിയ നിതിൻ രാജാണ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ എന്നൊരു ഭാഷ്യവുമായി നമ്മൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. നിതിൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ യാതൊരു വ്യക്തതയുമില്ല. കോളേജ് അധികൃതർ പുറത്തുവിടുന്ന ഏതാനും ചില എഡിറ്റഡ് ചിത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് വിശകലനം നടത്തുവാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഇതിന് പിന്നിൽ അടങ്ങിയിരിക്കുന്ന ജാതി ക്രൂരതയെ വെളിയിൽ കൊണ്ടുവരണം. അത് വളരെ കൃത്യമായ രീതിയിൽ അന്വേഷണം സുതാര്യമാക്കിക്കൊണ്ട് തന്നെ പ്രതികളുടെ അധികാരത്തെ ഭയപ്പെടാതെ കൃത്യമായ രീതിയിൽ നീതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ നടക്കുന്ന ഹർത്താലിലേക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ആവശ്യപ്പെടുന്നു. ഇത് കേവലം നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തെ തുടർന്നുള്ള ഹർത്താൽ അല്ല, മറിച്ച് ഇന്ത്യൻ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കിയ അവസാനത്തെ ഒടുവിലത്തെ വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നത്. സ്വാശ്രയ കോളേജിനകത്ത് വൾണറബിൾ സമൂഹങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നിലനിന്ന് പോരുവാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ് ഇതിൽ പ്രകടമായി കാണുന്ന ജാതി. നീതി ഔദാര്യമല്ല, മറിച്ച് അവകാശമാണ്. നീതി മനുഷ്യത്വമാണ്, നീതി സ്നേഹമാണ്, അനുകമ്പയാണ്, കരുണയാണ്. ആ നീതിക്ക് വേണ്ടിയാണ് നാളെ തെരുവിലിറങ്ങുന്നത്. അതിനെ യാതൊരു തരത്തിലുമുള്ള ഒരു തടസ്സപ്പെടുത്തലായി കണക്കിലെടുക്കാതെ എന്നും എപ്പോഴും സ്വാഭാവിക സാംസ്കാരികതയുള്ള വൾണറബിൾ സമൂഹങ്ങൾ അക്കാഡമിക് രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ അരിഞ്ഞറിയപ്പെടുന്ന ആ വ്യവസ്ഥയ്ക്കെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത്. എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്ന് പറഞ്ഞ ഡോക്ടർ BR അംബേദ്കറുടെ സാമൂഹിക ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ സഹോദര്യം മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിന് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ആയിരിക്കും സമാധാനപരമായി ഈ ഹർത്താൽ മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. ജയ് ഭീം.